നീ എവിടേക്കാ വരുന്നു? ഇല്ലടാ, ഞാൻ ഫോൺ സംസാരിക്കാൻ പോയതാ. ശരി, ഡോക്ടർ വന്നോ? ഇല്ലടാ, ഇപ്പോൾ വരും. ഡോക്ടർ വന്നു. ആ, ഒന്നുമില്ല, പ്രശ്നം മയതാണ്. റെസ്റ്റ് എടുത്താൽ മതി. കൺഗ്രാസ്, നിങ്ങൾ വൈഫ് അഡ്മിറ്റാണ്. നിങ്ങൾ ഡാഡി ആകുമ്പോൾ സന്തോഷമായി. അകത്ത് വന്നു. ബേബി താറ് വന്ന് സന്തോഷം കിട്ടില്ല. എന്ത് പറ്റി? നീ മമ്മി പോവാ. ഒരുപാട് സന്തോഷം. അതെയാണോ? നന്നായിട്ട് നോക്കുന്നു. ഫുഡ് നന്നായിട്ട് കഴിക്കുന്നു. എന്ത് പറ്റി? കൺഗ്രാസ് ആണോ? എല്ലാവർക്കും കൺഗ്രാസ് പറഞ്ഞു. നിങ്ങൾ വൈഫ് പ്രഗ്നൻറ്റ്. കൺഗ്രാസ് എല്ലാവരോടും പറഞ്ഞു. ശരി, നിങ്ങൾ വൈഫിനെ കൂടെ എൻജോയ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഷൂട്ട് ക്യാൻസൽ ചെയ്യാം. ശരി, ഓക്കെ. ഒരുപാട് ഹാപ്പിയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ താഴെ ഇറക്ക്. എനിക്ക് പോകാൻ. ശരി, ബേബി അകത്തുണ്ട്. ഞാൻ നന്നായിട്ട് നോക്കും. ചെങ്കു അടുത്തുകൊണ്ട് സംസാരിക്കാം ബേബി. ചെങ്കു, എന്തൊരു ബേബി വേദനയ്ക്ക് പെയിൻ. ഹോസ്പിറ്റൽ വാ. ആറാം എന്ത് പറ്റി? ഇവൾക്ക് പെയിൻ വരുന്നു. ശരി, ഓക്കെ, വാ ഹോസ്പിറ്റലിൽ. ശരി, ഓക്കെ. അവരടുത്ത് വീടായിരുന്നു. മോം, ഡാഡി എന്നിട്ട് പെയിൻ വന്നു. ശരി, അടുത്താണ് ഹോസ്പിറ്റൽ. അടുത്താണ് വയ്ക്കും. ശരി, മോം, ഡാഡി നിങ്ങൾ പോ. ശരി, ഫ്രണ്ടിനോട് അങ്കിൾ. പെയിൻ വന്നു. ശരി, ഓക്കെ. കുട്ടീനെ ഏട്ടാ എന്ത് പറ്റി? കുട്ടിക്ക് പെയിൻ വന്നു. അതെ. ശരി, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് നിങ്ങളിൽ ആരാം അറിയാം. നിങ്ങൾ അകത്ത് ഒരാൾ അകത്ത് വാ. ആരാം? നിങ്ങൾ അകത്ത് വാ. ശരി, ഡോക്ടർ. ശരി, നിങ്ങളുടെ പേടിക്കേണ്ട. ധൈര്യത്തിൽ ആറാം. അങ്ങനെ കുട്ടി ജനിച്ച് കുറച്ച് നേരം. 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ഫസ്റ്റ് ബേബിയാണ്, പെൺകുട്ടിയാണ് ഇഷ്ടം. അങ്ങനെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയി ബേബീനെ. എല്ലാവരും ഹാപ്പിയായി. മയങ്ങി വീണായിരുന്നു. ഡോക്ടർ ഒന്നുമില്ല, പേടിക്കണം, മയങ്ങിയതാണ്. ശരി, ഓക്കെ. എല്ലാവരും കുട്ടി കൊണ്ടുവന്നു. എല്ലാവരും ക്യൂട്ടായിട്ടുണ്ട്. ബേബി ചെയ്യാൻ തുടങ്ങി. അവരൊക്കെ ഹാപ്പി ആയിരുന്നു. മമ്മി നോക്കി. എൻ്റെ പേരക്കുട്ടികളാണ്. അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം നിൽക്കടാ അവിടെ, ഓടണ്ട. പിടിക്ക് മമ്മി, എന്നെ പിടിക്ക്. എന്തിനാ എന്താ ചെയ്യുന്നത് നീ? മോം, ഇവർ രണ്ടുപേരെത്തിയോ? മമ്മി, ഞാൻ പ്രീറ്റിയല്ലേ മോം? അതെ, എൻ്റെ മോം പ്രീറ്റി. മോം, ഞാൻ ഹാൻസം അല്ലേ? പൂജ എത്തിയോ? എന്തൊരു പറ്റി? ആൻറ്റി, ഞാൻ പ്രീറ്റിയല്ലേ? പ്രീറ്റി ആൻറ്റി, ഹാൻസം. ഹാൻസം. എടീ, ഈ ഡയലോഗ് ജിന്നു പറഞ്ഞ ഡയലോഗാണല്ലേ? അതെടി, അത് ജിന്നിൻ്റെ പെൺകുട്ടി. രണ്ടും ജിന്നിൻ്റെതാണോ? അതെ. എന്തടി ഇവിടെ നടക്കുന്നത്? ഇല്ലടി. അപ്പോൾ നിൻ്റെ കുട്ടികളെവിടെ? ഇപ്പോൾ വന്നു. എല്ലാവർക്കും മാരേജ് കഴിഞ്ഞു. കുട്ടികളെ ഇവിടെ കളിക്കാം. എടി, കുട്ടികൾ ഹസ്ബൻഡ് ഇവിടെ. അവർ പണി കഴിഞ്ഞു. എടി, അവിടെ നോക്ക്. എന്താ ഇത്? എടി, ഇത് ഷുഗറിൻ്റെ മോനല്ലേ? ഇതെടി കണ്ടുപിടിച്ച? ഈ ഉറക്ക് കാണുമ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റും. പോടി, അങ്ങനെ ഒന്നും പറയണ്ടടി. ഷുഗ, എടി, ഇവർ ടോപ്പ് ധരിക്കില്ല. നിൽക്ക്, ഓടണ്ട. നിൽക്കടാ. ജിമ്മിൻ്റെ മോൻ ഓടാൻ തുടങ്ങി. പിടിക്കും മമ്മി. എനിക്ക് പറ്റില്ല. ആരും പൊടി വന്നു. എന്ത് പറ്റി മോം? അച്ഛൻ മകൻ ബുക്ക് മേടിച്ച് പഠിച്ചു. എന്ത് പറ്റി മോം? എന്ത് പറ്റി? ഒന്നും നടക്കാൻ പോകുന്നില്ല. ആറാം ഈ കുട്ടികൾ നിങ്ങൾ എന്ത് പറ്റി ബേബി? എല്ലാവരും ചിരിക്കാൻ ഫ്രണ്ട്സ്. എന്താ നിൻ്റെ മകൻ എന്ത് ചെയ്യുന്നു നോക്കി?
മകൻ. സോറി, നീ ആണെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ. സോറി ബേബി. ഷുഗ. ഷു എന്ത് പറ്റി? നീ എന്താ ചെയ്യാൻ കുട്ടീനെ? ഉറങ്ങാണ്. കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല, അയാൾക്ക് ഫുഡ് കൊടുക്ക്. ശരി ബേബി. ജിയോ. ആ എവിടെ പോയി? ഇതെന്താ കെട്ടപ്പ്? ഇല്ല ബേബി, അതെ ഞാൻ മോൻ്റെ കൂടെ ഡാൻസ് കളിക്കാം. സോറി ബേബി. ശരി, ഓക്കെ. നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ? ശരി. ചിമ്മിഷി. ഹലോ. ശരി. എന്ത് പറ്റി ബേബി? എന്ത് പറ്റി? നിൻ്റെ മകൻ ഫുഡ് കഴിക്കുന്നില്ല. എന്നാ ഇതെടുത്ത് ഊട്ട്. ശരി ബേബി. എന്താടാ ചെയ്യുന്നത്? ഇല്ല മമ്മി, വെജിറ്റേറിയൻ കഴിക്കും, പച്ചക്കറി കഴിക്കാൻ പറയും മമ്മി. ഞങ്ങൾക്ക് വേണ്ട. പറഞ്ഞേക്കട്ടെ ചെക്ക, എനിക്ക് ചിക്കൻ വേണോ? ചിക്കൻ പിന്നെ ചിക്കനല്ല നീ കഴിച്ച, ഇപ്പോൾ വേണ്ട. അപ്പം ഇത് കളിക്കടാ പ്ലീസ്. മോനല്ലേ. ശരി, നിനക്ക് ഞാൻ നെയ്യ് തരാം. എന്ത്? നിനക്കൊരു പെണ്ണ് ഇഷ്ടമുണ്ട്. ലവ് ലെറ്റർ ചോദിച്ചത്, നിനക്ക് ഇത് തരാം. താങ്ക് യു ഡാഡി. ഡാഡി എന്ത് ലവ് ലെറ്റർ? അതടി, ഒരു പെണ്ണിക്കുട്ടി ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ട് കറക്റ്റടി. മകൻ പേര് പറയണം. അതേടാ എൻ്റെ അച്ഛൻ അങ്ങനെ. പി ഓടി വന്നു. എന്ത് പറ്റി? അതെ, എന്ത് പറ്റി? എൻ്റെ മകനോട് ഗെയിം കളിച്ചോണ്ടുണ്ട്. എന്ത് ഗെയിം കളിച്ചുണ്ടല്ലോ? മോനെ എനിക്ക് കളിക്കാം. അതെ ഡാഡി കൂടെ വാ, നമുക്ക് ഗെയിം കളിക്കാം. രണ്ടുപേരും ഫുഡ് കഴിക്കട്ടെ. ശരി, ഓക്കെ. ചേങ്കോക്ക് ഓടി വന്നു. എന്ത് പറ്റി ബേബി? നീ എന്താ ചെയ്യാ? ഡ്രസ്സ് നേരോട്. ഇല്ല, ഇതെന്താ ഡ്രസ്സോ? എന്താന്ന്? ഒന്നുമില്ല. എന്ത് വർക്ക് ചെയ്തായിരുന്നു ബേബി? ഇതാ എൻ്റെ മകൻ.